ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മുടെ സ്ഥിരമായ വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം US പ്രസിഡന്റ് ഈ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ചില രാജ്യങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തുന്ന അധിക ചുങ്കം, ഈ വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ സ്ഥിരമായി വാർത്തകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് മേലും 50% ചുങ്കം അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ വിഷയത്തെ കുറിച്ച് അമേരിക്കയിൽ നിന്ന് തന്നെ ഒരുപാട് വിദഗ്ധർ ഈ ട്രംപിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ മുന്നത്ത് നമ്മളൊരു വീഡിയോയിലും ഇതേക്കുറിച്ച് തന്നെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ സാമ്പത്തിക വിദഗ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജോൺ ഹോപ്കിൻസ് സർവകലാശാല പ്രൊഫസറുമായ സ്റ്റീവ് ഹാൻകോ ട്രംപിന്റെ നടപടികൾ ശുദ്ധ അസംബന്ധമാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ന്യായീകരണവുമില്ലാത്ത വിഡ്ഢിത്തരം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തിരിവ് പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടിയിൽ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നതെന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു രാജ്യത്തും അതിന്റെ ന്യായീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ നെപ്പോളിയന്റെ പരാമർശം ഓർക്കുന്നത് നല്ലതാണ്. സ്വയം നശിച്ചുകൊണ്ട് ശത്രുവുമായി ഏറ്റുമുട്ടരുതെന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇതിനൊരു ഉദാഹരണമായി ഇതിനോടൊപ്പം ഈ പ്രസ്താവനയോടൊപ്പം കൂട്ടിച്ചേർത്തത്. ട്രംപ് ഇപ്പോൾ സ്വയം നശിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും അല്പം കൂടി കാത്തിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ട്രംപിന്റെ നീക്കമെല്ലാം ഒടുവിൽ അദ്ദേഹത്തിന്റെ നടപടികളുടെ പ്രത്യാഘാതം വരാനിരിക്കുന്നതേയുള്ളെന്ന് ഹാൻകോ പറഞ്ഞു. ഇതാണ് ഈ വാർത്തയുടെ പൂർണ്ണരൂപം. ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ തിരിവ US തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞതിനു പിന്നാലെയാണ് പ്രൊഫസർ ഹാൻകോ സമാന നിരീക്ഷണവുമായി രംഗത്ത് വന്നത്. നടപടി ഇന്ത്യയുമായി ചൈനയും റഷ്യയും കൂടുതൽ അടുപ്പിക്കുമെന്നും അമേരിക്കക്കെതിരെ ഈ 3 രാജ്യങ്ങളും ഒന്നിക്കുമെന്നും ജോൺ ബോൾട്ടന്റെ മുന്നറിയിപ്പ് CNN നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ മുൻ സഹായി കൂടിയായ ബോൾട്ടന്റെ തുറന്നു പറഞ്ഞു. ഏതായാലും ഈ അധിക ചുങ്കം വിഷയത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ കൂടുതൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ എല്ലാ രംഗത്തുള്ള സാമ്പത്തിക വിദഗ്ധർ, രാഷ്ട്രീയ രംഗത്തുള്ളവരും ഒക്കെ ഈ പ്രസിഡന്റിന്റെ ഈ നടപടിയെ തീർച്ചയായും എതിർക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തിരിവ പ്രഖ്യാപനം അമേരിക്കക്ക് ഗുണം ചെയ്യില്ല, ഏറ്റവും മോശം ഫലമാണ് നൽകുക. ഇന്ത്യയെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അകറ്റാനുള്ള അമേരിക്കയുടെ പതിറ്റാണ്ടുകളായുള്ള ശ്രമത്തെ ദുർബലപ്പെടുത്തും. ഈ നീക്കം US വലിയ തിരിച്ചടിയാകും. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയത് US ഒരു പ്രധാന ലക്ഷ്യത്തെ തന്നെ ദുർബലപ്പെടുത്തി എന്നും ബോൾട്ടനും അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ ചൈനയോട് മൃദു സമീപനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യക്ക് തിരിവ ചുമത്തുകയും ചൈനയ്ക്ക് തിരിവ ചുമത്താതിരിക്കുകയും ചെയ്തത് ഇന്ത്യ മോശമായി പ്രതികരിക്കാൻ കാരണം ചൈനയുമായുള്ള കരാർ ഒപ്പിടാനുള്ള തിരക്ക് മൂലം ട്രംപ് US താല്പര്യങ്ങളെ ബലികഴിക്കുകയാണെന്നും ആരോപിച്ചു. നേരത്തെ തിരിവ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് സാധ്യത ട്രംപ് തള്ളിയിരുന്നു. ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ 50%മായി ട്രംപ് ഇന്ത്യയുടെ തിരിവ നിശ്ചയിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ തന്നെ എല്ലാ രംഗത്തുള്ള ആളുകളും ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നതും അതേക്കുറിച്ച് പ്രതികരിക്കുന്നതും. ഏതായാലും നമ്മുടെ നയങ്ങളോട് അവിടെ നിന്ന് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ നയത്തിന് കൂടി അല്പം ഗുണം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് 50% തിരിവയാണ് പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടമായി പ്രഖ്യാപിച്ച് 25% തിരിവ വ്യാഴാഴ്ച നിലവിൽ വന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിഴയായി ഏർപ്പെടുത്തി 25% തിരിവ ഈ മാസം 27-നും നിലവിൽ വരിക. ഇന്ത്യ US വ്യാപാര കരാറിനുള്ള 5 വട്ട ചർച്ചകൾ ഇതിനകം പൂർത്തിയായിട്ടുമുണ്ട്. അത് വേറൊരു വശം. ഇന്ത്യയും US വ്യാപാര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനവട്ട ചർച്ചകളാണ്. തുടർ ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈ മാസം 25-ന് ഇന്ത്യയിൽ എത്താനിരിക്കുകയാണ്. ഇതൊക്കെയാണ് ആ വസ്തുത. അതിന്റെ ഒപ്പമാണ് പ്രസിഡന്റിന്റെ ഈ അധിക ചുങ്കം ചുമത്തുന്നതും എന്നതും ഒരു വിരോധാഭാസം തന്നെയാണ്. അതേസമയം US ചുമത്തി 50% തിരിവ ഇന്ത്യയുടെ മൊത്തം
ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ 0.5% കുറവും വരുത്തുമെന്നും പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ മൂഡീസും പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം GDP വളർച്ച 0.3% കുറഞ്ഞ് 6%-ലെത്തുമെന്നാണ് പ്രവചനം. അത് മൂഡീസിന്റെ പ്രവചനമാണ്. എന്നാൽ ശക്തമായ ആഭ്യന്തര വിപണിയും സേവന മേഖലയിലെ ശക്തിയും സമ്മർദ്ദം ലഘൂകരിക്കുമെന്ന് മൂഡീസ് അഭിപ്രായപ്പെട്ടു. പകരച്ചെങ്കം US-ലേക്കുള്ള ഇന്ത്യയുടെ 55% കയറ്റുമതിയെ നേരിട്ട് ബാധിച്ചേക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കയറ്റുമതിയെ നേരിട്ട് ബാധിക്കും എന്നത് തന്നെയാണ് അതൊരു യാഥാർത്ഥ്യം. എങ്കിലും അതിലൊരു വിപരീതം കൂടിയുണ്ട്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ അവർ അധിക ചുങ്കം ചുമത്തുന്നുമില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇതൊക്കെയാണ് ഈ അധിക ചുങ്കത്തിന്റെ വസ്തുത. എങ്കിലും ഈ അമേരിക്കയിൽ നിന്ന് തന്നെ അവിടുത്തെ വിവിധ മേഖലകളിലുള്ളവർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് തന്നെ ഒരു നമ്മുടെ നയങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായാണ് ഇതിനെ വാർത്താലോകം മൊത്തം വിലയിരുത്തുന്നത്. ഈ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് തന്നെ നമ്മുടെ അവിടെ നിന്ന് തന്നെ അതിന് അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്നു എന്നതാണ്. അവിടെ നിന്ന് തന്നെ അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്നു എന്നത് നമ്മുടെ നയങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരൊക്കെ പറയുന്നത്. തീർച്ചയായും ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യക്ക് ഏതായാലും ഗുണം തന്നെയാണ് വരുന്നത് എന്നതിൽ യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും ഒരു അധിക ചുങ്കം ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം ഏർപ്പെടുത്തുന്നു എന്നത് അതൊരു മര്യാദക്കേട് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്നും അവിടുത്തെ വിവിധ മേഖലകളിൽ നിന്നുമൊക്കെ ഇതിന് എതിരായ പ്രസിഡന്റിന്റെ നയങ്ങൾക്കെതിരായ ഒരു അഭിപ്രായങ്ങൾ വരുന്നു എന്നത് തന്നെ ഒരു ഗുണം ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും പ്രതികരണങ്ങളും വസ്തുതകളും ഒക്കെ പ്രസ്താവനകളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിവിധ മേഖലകളിലുള്ള ആളുകളുടെ പ്രസ്താവനകളും ഒക്കെ വരുന്നതുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്കൾ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. ഏതായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി.